ഹായ് ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് സമയം ഇപ്പോൾ 2:30 മണിയായിരിക്കുന്നു. ഇന്ന് രാവിലെ പരിശീലനം ഉണ്ടായിരുന്നു, സ്കൂളിൽ ക്യാമ്പ് നടക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പം വന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്, നമുക്കിന്ന് വൈകുന്നേരം ഒരു പരിപാടിയുണ്ട്. അതായത് ഇന്ന് ഇവിടെ അടുത്ത് തന്നെ ഒരു വീട്ടിലെ ഹൗസ് വാമിങ് പരിപാടിയുണ്ട്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ അതിന് മുന്നായിട്ട് എൻ്റെ അമ്മ പോയിട്ടുണ്ട്, അമ്മയും കേശും കൂടി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈകുന്നേരം പോകും. കാര്യം ഏതു ജോലിക്ക് പോയിരിക്കുകയാണ്. അത് പോയിട്ട് വന്നതിന് ശേഷം നമ്മൾ പോകും. ഇന്നിപ്പം പ്രധാന പരിപാടി എന്ന് പറയുമ്പോൾ, ഇന്നലെ നമ്മളുടെ ഫിഷ് ടാങ്ക് മൊത്തം അഴുക്കായി കിടക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ അത് ഇന്നലെ ശരിയാക്കിയായിരുന്നു. മൊത്തം ഇന്നലെ വൈകുന്നേരം ഞാനും കേശും കൂടി മൊത്തം കഴുകി വൃത്തിയാക്കിയപ്പോൾ അതിൻ്റെ വേസ്റ്റ് മൊത്തം മുറ്റത്തും ഒക്കെ ആയി. അതിൻ്റെ വേസ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് മുറ്റത്തായിട്ടുണ്ട് കേട്ടോ. കുറേ ഇപ്പം തന്നെ കുറച്ച് നമ്മൾ കഴുകി കളഞ്ഞു. കണ്ടോ, ഫിഷ് ടാങ്ക് വൃത്തിയാക്കി. ഇന്നലെ ഇതൊന്നും അഴുക്കും കേട്ടോ. എന്നാലും ഇത് കുറച്ച് സമയം കൊണ്ട് തന്നെ ഇതിനകത്ത് അഴുക്കും നിറയുന്നത്. ഇതൊക്കെ നമ്മൾ കാണിക്കുന്നത് ആ വീഡിയോയിൽ. മീനുകൾ ഒരു ഈച്ച കിടക്കുന്നൊക്കെ പെട്ടെന്ന് തന്നെ അതിൽ തീറ്റിയിട്ട് കൊടുക്കുന്നത് കൊണ്ട് അതിൻ്റെ എല്ലാം കൂടെ വന്നിട്ട് ഇതിനകത്ത് ഭയങ്കര അഴുക്കാണ്. നമ്മളെ താമരകൾ ഇങ്ങനെ ഒരുപാട് മുട്ടുകൾ വന്ന് നിൽപ്പുണ്ട്. കണ്ടോ, കുറേ മുട്ടുകൾ വന്ന് നിൽപ്പുണ്ട്. ഈ വെള്ളമെന്ന് പറയുന്നത് കാക്കയ്ക്ക് കുടിക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളമാണ്. ഇത് അല്ലെങ്കിൽ ഇത് താമരയുടെ പിന്നെ ചട്ടിയിൽ കയറിയിരുന്ന് അത് മൊത്തം നശിപ്പിക്കും. അപ്പോൾ ഇന്നലെ ഞാൻ ഇതെടുത്ത് മാറ്റിയത് കൊണ്ട് ഇത് മൊത്തം കുളമാക്കി. അവിടെ താമരയുണ്ട്, 2-3 താമരകൾ തട്ടി അവൻ്റെ മുട്ടെല്ലാം തട്ടി ഒരു ചരിച്ച് കളഞ്ഞ് വെള്ളം കുടിക്കാൻ വേണ്ടി. അതിന് ശേഷം ഞാൻ പിന്നെ വീണ്ടും ഇതുകൊണ്ട് വെച്ച് ഈ മുട്ടിലൊക്കെ നമ്മൾ സ്റ്റാൻഡ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇത് മറിഞ്ഞു ഈ മുട്ട് സ്റ്റാൻഡ് കൊടുത്ത് നിർത്തിയിരിക്കുക. അതുപോലെ തന്നെ ഇത് പറഞ്ഞതുപോലെ മൊത്തം തട്ടിയിട്ട്, മറ്റേ സഹസ്രദളത്തിൻ്റെ മുട്ടാണ് ഇതൊക്കെ. അത് തട്ടിയിട്ട് അതിനകത്ത് പിന്നെ ഈ കമ്പ് ഇങ്ങനെ കുത്തി അതിനകത്ത് കെട്ടിയിരിക്കുക. കണ്ടോ, ബാക്കിയെല്ലാം കുഴപ്പമൊന്നുമില്ല, തട്ടിയിട്ടിട്ടില്ല, എല്ലാം ഇത് സഹസ്രദളത്തിൻ്റെ ഒക്ടോപസ്. ഇതിൻ്റെയൊക്കെ മുട്ടായിട്ടുണ്ട്, ഒരുപാട് മുട്ടുകൾ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇപ്പോൾ 2 ദിവസമായി ഇത് മിക്കവാറും പോയി. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയുന്നത്, ഞാൻ വാഷിംഗ് മെഷീൻ്റെ നമ്മൾ ആ ടാപ്പിൽ നിന്ന് വാഷിംഗ് മെഷീനിലേക്ക് പോയിരിക്കുന്ന പൈപ്പുണ്ടല്ലോ, അപ്പോൾ അത് കേശു വന്ന് തട്ടി, എന്തോ കളിച്ചപ്പം അത് തട്ടി പൊട്ടിപ്പോയി. ഞാൻ പല മാർഗവും നോക്കി അത് ശരിയാക്കാനായിട്ട്, പക്ഷെ ഒരു പരിപാടി നടക്കുന്നില്ല. അല്ലെങ്കിൽ ഇനി അത് മൊത്തത്തിൽ സെറ്റോടെ മേടിച്ച് വെക്കേണ്ട അവസ്ഥയാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ടാപ്പ് ഞാൻ ശരിയാക്കി. ടാപ്പ് ഇവിടുന്ന് മൊത്തത്തിൽ പൊട്ടിപ്പോയതാണ്. പിന്നെ പുതിയ ടാപ്പ് മേടിച്ച് വെച്ചു. പക്ഷേ ഇതല്ല, അതിന് വേറൊരു സാധനം ഉണ്ട്, ഞാൻ കാണിച്ചത്. എന്തിയുടെ
പിന്നെ വേറൊരു പൈപ്പുണ്ട്, അത് അവിടെ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് തന്നെ, ഇതിൻ്റെ പൈപ്പ് ഇത് തന്നെ പൈപ്പ്. പക്ഷേ ഇവിടെ ഫിറ്റ് ചെയ്യുന്നൊരു സാധനമുണ്ട്, ഇവിടെ ഫിറ്റ് ചെയ്യുന്ന. ഇതിനകത്തൊരു ചെറിയ വാഷറൊക്കെ ഉണ്ട്. അത് പക്ഷേ എൻ്റെ വെള്ളം ഭയങ്കരമായിട്ട് പമ്പ് ചെയ്തപ്പോഴത്തേക്ക് അത് തെറിച്ചു പോയി. ബാക്കി എല്ലാ സാധനങ്ങളും കൂടി ഇത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഇതിനകത്തിരിപ്പുള്ള സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മേടിച്ചില്ല, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് മേടിച്ചില്ല. അപ്പോൾ ഇവിടെ ആ സാധനം ഇങ്ങനത്തെ ഫിറ്റ് ചെയ്യണം. അതിപ്പോൾ ഇനി മേടിക്കണം അത്ര സാധനം. അതിപ്പോൾ അത് മാത്രമായിട്ട് മേടിക്കാൻ പറ്റില്ല, ഈ പൈപ്പ് മൊത്തത്തിൽ ഒരു മേടിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അത് മേടിക്കണം. അങ്ങനെ ഒരു ഇത് ലീക്കുണ്ട്. നമ്മൾ പൈപ്പ് തുറക്കുമ്പോൾ ആ ലീക്കുണ്ട്. ഇതുണ്ടോ ലീക്ക് വരുന്നുണ്ടോ? ഇത് ലീക്കുണ്ട്. അവരുടെ ആ വാഷറുണ്ടല്ലോ, വാഷറും അതിൽ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇരിക്കും. അതാണ് ഇവിടെ നടന്ന ഏറ്റവും വലിയ നഷ്ടം. അതുകൊണ്ട് വാഷിംഗ് മെഷീൻ ഇപ്പോൾ എപ്പോഴും ഇനിയിപ്പോൾ ആ വെള്ളം ലീക്ക് ചെയ്ത് വീഴുന്നത് കൊണ്ട്, വെള്ളം ലീക്ക് ചെയ്ത് കളയുന്നതുകൊണ്ട് അടിയിൽ ബക്കറ്റ് വെച്ചിരിക്കുകയാണ്. അത് വെച്ചിട്ട് അതിൽ ലീക്ക് ചെയ്ത് ബക്കറ്റിനകത്ത് വെള്ളം വീഴും, കളയുമ്പോഴത്ത് കളയും. കേശു പാല് വെച്ച് നോയിരിക്കുക, കഴിഞ്ഞ് വരും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ കാര്യങ്ങൾ. നീത് രാവിലെ ഭക്ഷണമൊക്കെ വെച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. നമുക്ക് ഇവിടെ രണ്ടോ കറികളൊക്കെ വെച്ച്, ഭക്ഷണമൊക്കെ വെച്ച്, ചോറൊക്കെ വെച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. രണ്ട് കറികൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിൽ കറിയായിട്ടൊന്നും ഉണ്ടാക്കിയില്ല, ഉണ്ടാക്കുന്നത് ചെറിയ തോരനുണ്ട്. സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടാണ് അവൾ രാവിലെ ജോലിക്ക് പോയത്. ഇനി വൈകുന്നേരം വന്ന് എന്തെങ്കിലും കറി ഉണ്ടാക്കി പോയി. ാണ് ഇന്നത്തെ എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരേക്കും ബൈ ബൈ.